ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് SFA സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ കോഴിക്കോട് മേഖല സമ്മേളനം കടലുണ്ടി കോഓപ്പറേറ്റീവ് ബാങ്ക് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകാം. 9ാമത് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അവറുകളാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ലെനിൻ സാറാണ്. അതുപോലെ സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ പതാക ഉയർത്തൽ കോഴിക്കോട് ജില്ലയുടെ പ്രധാനപ്പെട്ട വിനയേട്ടനാണ്. ഓഡിറ്റോറിയത്തിന് ഉള്ളൊന്ന് നിങ്ങളെ കാണിക്കട്ടോ. അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ള ഒരു ഓഡിറ്റോറിയം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി നേതാക്കളൊക്കെ എത്താനുണ്ട്. അതുപോലെ തന്നെ മൊമൻറ്റോ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മുടെ റോയൽ ട്രാവൽസിന്റെ മുസ്തഫാക്ക, അതുപോലെ മറ്റു SFAയുടെ പ്രതിനിധികളും നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ ഈ ഭാഗത്തേക്ക് വരുന്ന വീഡിയോകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഓരോ പ്ലേയേഴ്സിനും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാരവാഹികൾക്ക് മറ്റു ആളുകൾക്കുള്ള മൊമെന്റുകളാണ് നിരത്തി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ പ്രസംഗങ്ങളും മൊമെന്റ് കൊടുക്കുന്നതും മറ്റുള്ള എല്ലാ പരിപാടിയും കുറഞ്ഞ മിനിറ്റ് നമുക്ക് കാണാം. അങ്ങനെ ലെനിൻ സാർ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. മറ്റു നേതാക്കന്മാരൊക്കെ എത്തി. ഇനി നമുക്ക് ഈ പതാക ഉയർത്തിന്റെ ചടങ്ങിലേക്ക് കടക്കാം. കോഴിക്കോട് മേഖല 9ാമത് SFA മേഖലാ സമ്മേളനത്തിന് ഈ കൊടി ഉയരുന്നതോടെ മേഖലാ സമ്മേളനത്തിൽ കടക്കുകയാണ്. പതാക ഉയർത്തൽ ചടങ്ങാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. പതാക ഉയർത്തുന്നത് ഒരു ജീവിതകാലം മുഴുവൻ ഫുട്ബോളിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കരുത്തലായ മാനേജറും കോഴിക്കോട് ജില്ലയുടെ ഫുട്ബോൾ എന്നാൽ സെവൻസിൽ വിനേട്ടൻ കഴിഞ്ഞതിന് ശേഷമായി മറ്റുള്ളവരെല്ലാവരും ഉണ്ടാവും. അത്തരത്തിലുള്ളൊരു വ്യക്തിയെ നമുക്ക് പതാക ഉയർത്താൻ ലഭിച്ചത് തന്നെ വളരെ സൗഭാഗ്യകരമായ ഒരു കാര്യമാണ്. പതാക ഉയർത്തുന്നത് കൂടി കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ശേഷം മറ്റുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നതാണ്. പതാക ഉയർത്തൽ ചടങ്ങിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ വിനയേട്ടനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇനി ഓഡിറ്റോറിയത്തിന്റെ മുകളിലേക്ക് കയറാം. 2 മണിക്കൂറിലേറെ സമ്മേളനം നടക്കുന്നതുകൊണ്ട് തന്നെ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളൊക്കെ കുറഞ്ഞ മിനിറ്റിൽ നമുക്ക് കാണാം. 9ാമത് കോഴിക്കോട് മേഖലാ സമ്മേളനത്തിന് ഉച്ചരമായി തുടക്കം കുറിക്കുമ്പോൾ ആദ്യമായി ദേശീയഗാനം, അതിനുവേണ്ടി ദേശീയഗാനത്തിന് വേണ്ടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. जनगणमन अधिनायक जय हे भारत भाग्य विदाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विदाता जय हे जय हे जय हे जय 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 हे. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ 9ാമത് കോഴിക്കോട് മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വേദിയിൽ കോഴിക്കോട് മേഖല ടൂർണമെന്റ് കമ്മിറ്റി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ വഹാബ് അവർ അനുശോചന പ്രമേയത്തിൽ നമ്മോട് സംബോധന ചെയ്യും. സ്നേഹത്തോടെ അനുശോചന പ്രമേയം കഴിഞ്ഞ വർഷം കൊടുവള്ളിൽ വെച്ച് സമാപിച്ച കോഴിക്കോട് മേഖലാ സമ്മേളനത്തിന് ശേഷം നമ്മളിൽ നിന്നും വിട പറഞ്ഞ ലിവർപൂളിന്റെ പ്രഗത്ഭനായ പോർച്ചുഗീസ് ഫുട്ബോൾ താരം ഡിയാഗോ ജോട്ട, സഹോദരൻ ആൻഡ്രേ സിൽവ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, കേരളത്തിലെ സെവൻസ് ഫുട്ബോൾ പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി വരുന്ന
കാതറൻ മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബ്ബ് പെരിന്തൽമണ്ണയുടെ പ്രസിഡന്റ് മുഹമ്മദ് അലിക്ക, കാസർഗോഡ് ജില്ലാ സെവൻസ് ഫുട്ബോളിന്റെ നേതൃത്വത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന ഭാരവാഹി റാഷിദ് ബേക്കൽ, സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ മലപ്പുറം ജില്ലാ ഭാരവാഹി വേലായുധേട്ടൻ, മുൻ ഫുട്ബോൾ താരവും സന്തോഷ് ട്രോഫി കോച്ചുമായിരുന്ന പ്രശസ്തനായിരുന്ന ടി.എ. ജാഫർ, പകൽഹാമിലെ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവർ, ബൈക്ക് അപകടത്തിൽ മരണമടഞ്ഞ FC പെരിന്തൽമണ്ണയുടെ ഗോൾ കീപ്പർ മുഫസീർ, കൂടെ യാത്ര ചെയ്ത ഫുട്ബോൾ കളിക്കാരൻ മുഹമ്മദ് ഷഫീൽ, മുൻ സന്തോഷ് ട്രോഫി താരവും വാസ്കോ ഗോവ കളിക്കാരനുമായിരുന്ന CM ശിവരാജ്, വെള്ളമുണ്ട ആരവം കമ്മിറ്റി പ്രസിഡന്റ് അമീനിന്റെ ഉപ്പ PK മൊയ്തു, മലയാളിയെ പൊട്ടിച്ചിരിപ്പിച്ച് മിമിക്രി വേദികളിലും വെള്ളിത്തിരയിലും നിറഞ്ഞു നിന്ന നടൻ കലാഭവൻ നവാസ്, അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരണപ്പെട്ടവർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോടിന്റെ മുൻ ഫുട്ബോൾ താരം നാരായണൻ, FC പോർട്ടോ ഇതിഹാസവും മുൻ മുംബൈ സിറ്റി കോച്ചുമായിരുന്ന ജോർജ് കോസ, കടലുണ്ടിയിലെ ഗംഗാധരൻ, ഗംഗൻ മാഷ്, ഫുട്ബോൾ താരങ്ങളായ VP അജയൻ, ബിജു ആനന്ദ്, സനീഷ് K. ടാഡു തുടങ്ങി കഴിഞ്ഞ സമ്മേളന കാലയളവിൽ നമ്മോട് വിട പറഞ്ഞ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ എല്ലാ വ്യക്തികളുടെ പേരിലും ഈ സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഒരു മിനിറ്റ്. ജനറൽ സെക്രട്ടറി ശ്രീ റോയൽ മുസ്തഫ നമ്മോട് സംസാരിക്കുന്നു. സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഹാളിൽ നമ്മൾ ചേർത്തിരിക്കുകയാണ്. 1980കളിൽ വിനയേട്ടനും ബാവാക്കയും ഒക്കെ ചാമുണ്ടേശ്വരി ടൂറിസ്റ്റ് ഹോമിൽ കൂടി സെവൻസ് ഒരു ഏകീകൃത രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അന്ന് 6 or 7 ടീമുകളാണ് ഉണ്ടായിരുന്നത്. ആ ടീമുകളെ പലരും കൊഴിഞ്ഞു പോകുമ്പോൾ വീണ്ടും അവരെ പിടിച്ചു കൊണ്ടുവന്ന് നിങ്ങളിതിൽ തുടരണം എന്ന് പറഞ്ഞ് അവരെ ഇതിൽ നിലനിർത്തി അന്നത്തെ കാലത്ത് നമ്മളെ ചന്ദ്രേട്ടൻ്റെ ടീം KRS ഒന്ന് സജീവമാണ്, പക്ഷേ അസോസിയേഷന് ചേർന്നിട്ടില്ല. ചന്ദ്രേട്ടനെ സംസാരിച്ച് അവസാനമാണ് ചന്ദ്രേട്ടന നമ്മളെ സംഘടനയിലേക്ക് വരുന്നത്. അവിടുന്ന് നമ്മൾ ഇന്ന് AC ഹാളിലും നല്ല നല്ല സംവിധാനങ്ങളിലും നമ്മൾ സമ്മേളനങ്ങൾ നടത്താൻ വരികയും അന്ന് 6 or 7 ടീമുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ന് 31 ടീം നമ്മൾ അസോസിയേഷനിൽ ഉണ്ട്. പല ടീമുകളും പ്രാദേശികമായി ആപ്ലിക്കേഷൻ തന്ന് സംഘടനയിൽ കാത്തു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ടൂർണമെന്റ് കമ്മിറ്റിയും അന്നത്തെ കാലത്ത് സംഘടിത രീതിയിലല്ല. 2000 കാലഘട്ടങ്ങളിലാണ് സംഘടിത രീതിയിലേക്ക് ടൂർണമെന്റ് കമ്മിറ്റിയും ഒരു രജിസ്ട്രേഷന്റെ കീഴിൽ വരുന്നതും അതിന്റെ ഒരു സംഘടനാ ഭാവം കാണിക്കുകയും അതിനുശേഷം റഫറീസ് അസോസിയേഷൻ നമ്മള് സംഘടനയിൽ ചേരുകയും സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ എന്ന ഒരു രൂപത്തിലേക്ക് ടീം മാനേജേഴ്സും ടൂർണമെന്റ് കമ്മിറ്റിയും റഫറീസും കൂടി ചേർന്നിട്ടുള്ള ഒരു രൂപമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ന് ടൂർണമെന്റുകൾ നടത്താൻ പുതിയ കമ്മിറ്റികൾ സംഘടനയ്ക്ക് ആപ്ലിക്കേഷൻ തരുന്നു. പുതിയ ടീമുകൾ കയറാൻ സംഘടനയ്ക്ക് ആപ്ലിക്കേഷൻ തരുന്നു. അതുപോലെ തന്നെ പുതിയ റഫറീസ് വരാൻ സംഘടനയ്ക്ക് ആപ്ലിക്കേഷൻ തരുന്നു. ഞാൻ വിനയേട്ടനേക്ക് എപ്പോഴും സംസാരിക്കുമ്പോൾ വിനയേട്ടൻ പറയും, മുസ്തഫ 80-ൽ ഞങ്ങൾ 10 പൈസന്റെ പോസ്റ്റ് കാർഡ് കത്ത് എഴുതിയിട്ടാണ് ഓരോ മീറ്റിങ്ങിനും ആളെ വിളിക്കുക. അതിന് കത്ത് കിട്ടിയാൽ അന്ന് ഫോൺ സംവിധാനങ്ങളില്ല. അപ്പോൾ ആ രൂപത്തിൽ നിന്ന് ഇന്ന് ഈ രൂപത്തിലേക്ക് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ മാറിയെങ്കിൽ കേരളത്തിന്റെ ആധികാരിക സെവൻസിന്റെ സംഘടനയായി സെവൻസ് ഫുട്ബോളിനെ നമ്മൾ ഇന്ന് ലോകം അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ 9ാമത് സമ്മേളനമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തത്. ബഹുമാനപ്പെട്ട നമ്മളെ മുഖ്യാതിഥി ഒക്കെ വരാൻ മേഖലാ പ്രസിഡന്റാണ് നമ്മളെ
അധ്യക്ഷം വഹിക്കുന്നത് PTA ലത്തീഫ് സാഹിബ്. ലത്തീഫ് സാഹിബിനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ലത്തീഫ് നാടക കൺവീനറാണ്. ലത്തീഫ് കെ ഞാൻ ഹർദമായി സ്വാഗതം. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ലെനിനേട്ടനാണ്. സ്വാഗതം പറയുന്നു. വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ നമ്മുടെ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സാബിത്ത് ബ്ലോഗർ, ഇത് സംഘടിപ്പിക്കുന്ന കടലുണ്ടി ഫുട്ബോൾ ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷനെ ബഹുമാനീയനായ SFAയുടെ സംസ്ഥാന അധ്യക്ഷൻ KM ലെനിൻ, ആദ്യമായിട്ട് ഇങ്ങനെയൊരു ഭംഗിയായ സമ്മേളനം സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ SFA കോഴിക്കോട് മേഖലയ്ക്ക് വേണ്ടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ കഴിഞ്ഞ സീസണിൽ കോഴിക്കോട് മേഖലയിൽ, വയനാട്, കോഴിക്കോട് ജില്ലകൾ ഉൾപ്പെട്ട മേഖലയിൽ സാധാരണ 8 ടൂർണമെൻറ്റ് കമ്മിറ്റികളാണുള്ളത്. കഴിഞ്ഞ നമ്മുടെ മേഖലയിൽ കൂടുതൽ ചിട്ടയോടെ ഭംഗിയോടെയും കൂടുതൽ ടൂർണമെൻറ്റുകൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഈ ചടങ്ങിന് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ലെനിനേട്ടനാണ്. ആ ചടങ്ങിന് വേണ്ടി ഞാൻ വഴിമാറുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും സ്നേഹം നിറഞ്ഞ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് ആത്മാർത്ഥമായി പരിശ്രമിച്ച ജാഫറും ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ വിവിധ ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബുകളെ പ്രതികരിച്ചുകൊണ്ട് AFC അമ്പലവയൽ, ഫറൂഖ്, കടലുണ്ടി ഉൾപ്പെടെ ഈ മേഖലയിലുള്ള ക്ലബ്ബുകളുണ്ട്, ടീമുകളുണ്ട്. ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന കളിക്കാറുണ്ട്. ഒപ്പം തന്നെ ബെസ്റ്റ് മാനേജറായി തെരഞ്ഞെടുത്ത വിനോദ് ഉൾപ്പെടെ നമ്മുടെ ഈ കായിക രംഗത്തെ പ്രമുഖരെല്ലാം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 7 ഫുട്ബോൾ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കായിക വകുപ്പിൻ്റെയും ഒപ്പം തന്നെ ഒരു അസോസിയേഷൻ്റെയും കൗൺസിലിൻ്റെയും പിന്തുണയില്ലാതെ, എന്നാൽ ജനകീയമായ പിന്തുണ കൊണ്ട് കേരളത്തിലെ ഒന്നുകൂടി ഉറക്കെ സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏത് അസോസിയേഷൻ പ്രവർത്തനത്തെക്കാൾ കൂടുതൽ മികവോടുകൂടി ആ മേഖലയിൽ ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നതിന് വിശേഷ കഴിഞ്ഞ റെക്കോർഡാണ്. കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയും പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിട്ട് പോലും 1-2 ടൂർണമെന്റുകൾ മാത്രമാണ് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത്. ബാക്കി എല്ലാ ടൂർണമെന്റും ഫൈനലടക്കം പൂർത്തീകരിച്ച് കേരളത്തിൽ ഫുട്ബോളിന് ഒരു ജനകീയ മുഖമുണ്ടാക്കി കൊടുക്കുന്നതിൽ പ്രധാന പങ്കാണ് 7 ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് 31 അസോസിയേഷൻ ടീമുകളും പ്രാദേശികമായി ഞങ്ങൾ അംഗീകാരം കൊടുത്ത AFC അമ്പലവയൽ ഉൾപ്പെടെ ടൗൺ സ്പോർട്സ് ക്ലബ് വളപട്ടണം ഉൾപ്പെടെ ഹിറ്റാച്ചി തൃക്കരിപ്പൂർ ഉൾപ്പെടെ 3 പ്രാദേശിക
ടീമുകളെ കൂടി ഉൾക്കൊള്ളിച്ചാൽ 34 ക്ലബുകളിൽ ഏതാണ്ട് 10 പേര് വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു 340 ഫുട്ബോൾ താരങ്ങൾ ഈ കേരളത്തിൽ വിവിധ ടൂർണമെന്റുകളിൽ ഏതാണ്ട് 34 340 പ്ലേയേഴ്സ്. ടൂർണമെന്റിന്റെ എണ്ണം ഞങ്ങൾ നോക്കിയപ്പോ, സംഘാടകരുടെ എണ്ണം നോക്കിയപ്പോ ഏതാണ്ട് 90ന്റെ മുകളിലായി. 90 ക്ലബുകൾ നമ്മുടെ ഓൾ കേരള ടൂർണമെന്റ് കമ്മിറ്റി അസോസിയേഷനിൽ വിവിധ ഘട്ടങ്ങളിലായി 1 വർഷവും 2 വർഷവും 3 വർഷവും 10 വർഷവും 25 വർഷവും 40 വർഷവും 50 വർഷമായി രജിസ്റ്റർ ചെയ്ത ക്ലബുകളുണ്ട്. ആ ക്ലബുകൾ റഫറി അസോസിയേഷനിൽ 120 റഫറിമാർ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ സംഘടനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം വളരെ സംഘടിതമായി ഈ കേരളത്തിൽ സംഘടിപ്പിക്കുന്നതിന് അതിന്റെ ചരിത്രപരമായ കടമേറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു അസോസിയേഷന്റെ, വിശേഷ്യ കൗൺസിലിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ കായിക വകുപ്പിന്റെയോ ഒരു രീതിയിലുമുള്ള ധനസഹായമോ അഫിലിയേഷനോ ഇല്ലാതെ ജനകീയമായ ഞങ്ങളുടെ പിന്തുണ, ജനകീയമായ ഞങ്ങളുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ 7 ഫുട്ബോൾ അസോസിയേഷൻ ഇന്ന് ഫുട്ബോളിന്റെ വളർച്ചയിൽ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. തീർച്ചയായും അത് ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ മികവോടുകൂടി നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ മേഖലാ സമ്മേളനങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുക. ഇന്ന് കോഴിക്കോട് മേഖലാ സമ്മേളനം കഴിഞ്ഞാൽ ആഗസ്റ്റ് 15-ന് തൃശൂർ മേഖലയുടെ സമ്മേളനവും, തുടർന്ന് മലപ്പുറം ജില്ലാ സമ്മേളനവും, പിന്നീട് പാലക്കാട് ജില്ലാ സമ്മേളനവും, തുടർന്ന് കണ്ണൂർ ജില്ലാ സമ്മേളനവും, കാസർഗോഡ് ജില്ലാ സമ്മേളനവും അടക്കമുള്ള സമ്മേളനങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് ഞങ്ങൾ ഈ മാസം അവസാനം തന്നെ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നവരുടെ സമ്മേളനം ഈ കേരളത്തിൽ സംഘടിപ്പിക്കാനും ആ സമ്മേളനത്തിൽ വെച്ച് കേരളത്തിൽ ഈ വർഷം നടത്താൻ പോകുന്ന ടൂർണമെന്റുകൾ എത്രയാണ് എന്ന് പരസ്യപ്പെടുത്തുന്നതിനും അതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി എങ്ങനെ ആ ടൂർണമെന്റുകൾ ഫലപ്രദമായി വിജയിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ച് ഈ 3 ഗ്രൂപ്പിന്റെയും ടീം മാനേജേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി സൂപ്പർ അഷ്റഫ് ബാവ, നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിന്റെ ബാവ ഇവിടെ എത്തിച്ചേരേണ്ടതാണ്. അദ്ദേഹം അസുഖബാധിതനായിരുന്നു, പക്ഷേ ഒരു 2ാം ജന്മം എന്ന നിലയിൽ അദ്ദേഹം അതൊക്കെ അതിജീവിച്ച് വരികയായിരുന്നു. എന്നെ പെട്ടെന്നാണെന്ന് പനിയുടെ ഒരു അസുഖം അദ്ദേഹത്തെ വന്നത് കൊണ്ട് അദ്ദേഹം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നറിയിച്ചിട്ടുണ്ട്. പക്ഷേ ടീം മാനേജേഴ്സിന്റെ പ്രതിനിധികൾ റോയൽ മുസ്തഫ ഉൾപ്പെടെ, ഒപ്പം തന്നെ രുചീഷ് ഉൾപ്പെടെ, ഇപ്പോൾ റഷീദ് അമ്പലവയൽ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായും അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഒരു മികച്ച രീതിയിൽ ഈ കേരളത്തിൽ 7 ഫുട്ബോൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തിരക്കുള്ള പരിപാടികൾ ഉള്ളവരാണ് എന്നതുകൊണ്ട് ഞാൻ നിർത്തുന്നില്ല. ഈ സമ്മേളനത്തെ 7 ഫുട്ബോൾ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി
അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പറ്റി എത്തിയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കള്ളോടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു വലിയ കോവിഡ് കാലമായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഗ്രൗണ്ട്, പഞ്ചായത്തിൻ്റെ മിനി സ്റ്റേഡിയം വളരെ ശോചനീയമായ ഒരവസ്ഥയിലുമായിരുന്നു. ഗ്രൗണ്ടിൽ നിറയെ വെള്ളക്കെട്ടും പശുവിനെയൊക്കെ കെട്ടുന്ന ഒരു സ്ഥലമായിട്ട് ആ ഗ്രൗണ്ട് മാറിപ്പോയിട്ടുള്ളൊരു വല്ലാത്ത അവസ്ഥയിലാണ് ഭരണസമിതി വരുന്നത്. ഗ്രൗണ്ടിൽ ഒരുപാട് വണ്ടികളൊക്കെ കയറി ഗ്രൗണ്ടിൻ്റെ ഫ്ലോർ ആകെ നാശമായി വെള്ളക്കെട്ട് മാത്രമായിട്ട് കിടന്നുകൊണ്ടിരുന്ന ഒരു കാട് പിടിച്ച സ്ഥലമായിട്ടാണ് പഞ്ചായത്തിൻ്റെ മിനി സ്റ്റേഡിയം ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കാലമായിരുന്നിട്ട് കൂടി ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പ്രതിഷേധവും ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് ആ ഗ്രൗണ്ടിൻ്റെ പേരിലാണ്. വേറെ എല്ലാ കാര്യങ്ങളും രണ്ടാം പരിഗണനയിൽ വരുമ്പോൾ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം യുവാക്കളെ മാത്രമല്ല കടലുണ്ടിയിലെ മുഴുവൻ കായിക പ്രേമികളുടെയും നാലാൾ കൂടുമ്പോൾ ഉണ്ടായിരുന്ന സംസാര വിഷയം ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഗ്രൗണ്ട് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ശോചനീയാവസ്ഥയിലായി എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് നിരവധി ഘട്ടങ്ങളായിട്ട് നമ്മൾ ആ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ചെലവഴിച്ചു. ഇന്ന് കോഴിക്കോട് ജില്ലയിലെ തന്നെ സ്ഥലപരിമിതിയൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും നല്ലൊരു ഫുട്ബോൾ ഗ്രൗണ്ടാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടുകൂടി തന്നെ പറയട്ടെ. നമ്മളെ ഫുട്ബോൾ മാത്രമല്ല നമ്മളെ കായിക മേഖലയിൽ കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പല രീതിയിലുള്ള ഇടപെടലുകളും നടത്തിയതിൻ്റെ ഭാഗമായി നമുക്ക് ഒരുപാട് കായിക താരങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മളെ പഞ്ചായത്തിലെ ഇപ്പോൾ സെവൻസ് ഫുട്ബോൾ അസോസിയേഷനെ പോലെയുള്ള നമ്മളെ കടലുണ്ടി വെച്ചിട്ട് ഇതിൻ്റെ ഒരു സമ്മേളനം നടത്തുമ്പോൾ നമ്മളെ കടലുണ്ടിയിൽ അതിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം എല്ലാ പേരൻസിനും പഠിക്കുന്നതിനേക്കാൾ ഏറെ കുട്ടികൾക്ക് ഇഷ്ടം കളിക്കാനാണ്. അവരുടെ കായിക മേഖലയിലുള്ളവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ കളിസ്ഥലങ്ങൾ നമ്മളെ പഞ്ചായത്തിൽ കുറവാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം നഗര സമുച്ചയത്തിൽ ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ പറഞ്ഞു സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ 3.5 കോടി രൂപ ചെലവഴിച്ചിട്ട് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിയിരുന്നു. വളരെ അഭിമാനം തോന്നുകയാണ്. കാരണം വളരെ അഭിമാനം എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു പ്രാക്ടിക്കലായി അങ്ങനത്തെ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ അത്രയധികം എന്താ പറയുക അത്രയും ആ ഒരു കാര്യം നടത്തിയെടുക്കണം, ആ ഒരു കാര്യം നടത്തണം എന്നുള്ള നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സംഗതി അസോസിയേഷന് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫണ്ടുകളുടെ കാര്യമാണെങ്കിലും ശരിയൊക്കെ എല്ലാത്തിനും നമുക്ക് ഒരു പ്രത്യേക സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ സോഴ്സുകൾ ഉണ്ടെങ്കിലും ആ രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ ഒരു അസോസിയേഷൻ നടത്തുമ്പോൾ അവരുടെ ആ ഒരു കഴിവ് പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ അവിടെ ഇരുന്നിട്ട് അത് കേട്ടത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കളിസ്ഥലം കുറഞ്ഞു വരുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നമ്മളിപ്പോൾ കടലുണ്ടി ഒരു ചെസ് ഡാമുമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങിലാണ് ഞാൻ പങ്കെടുത്തിട്ട് വരുന്നത്. ചെസ് ഇൻഡോർ ഗെയിമുകളെ മേഖലയിൽ കൂടി കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴത്തെ നമ്മളെ കാലത്ത് വന്നിട്ടുള്ള കാലാനുസൃതമായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളിൽ പ്രധാനമായിട്ടും നമ്മുടെ ഫുട്ബോൾ അസോസിയേഷനുകൾക്കും ക്ലബ്ബുകളും വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുത് തന്നെയാണ്. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസയും നേരുന്നു. ഇവിടെ എത്തിച്ചേർന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും ടൂർണമെന്റ് കമ്മിറ്റി മേഖലാ പ്രസിഡന്റ് ശ്രീ മഹാത്മാഷ് ഉപഹാര സമർപ്പണം നിർവഹിക്കുകയാണ്. താങ്ക് യു സർ. മറ്റ് വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട അവസരങ്ങൾ ഉണ്ടാകുന്നത്. മോനിപ്പോൾ കോഴിക്കോട് ജൂനിയർ ടീമിൽ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും.
യിലും സദസ്സിലുമുള്ള ഒരു വലിയൊരു ആവേശമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതോളും. ഇത്രയും ഈ പരിപാടിയിൽ ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ചന്ദ്രനെ തമിഴ്നാട് അറിയിക്കുന്ന ശ്രമമാണ് SFയുടെ ബഹുമാനായ സംഘാടക കമ്മിറ്റിയുടെ പ്രൗഢഭാവങ്ങളിൽ സമ്മാനിക്കുന്ന സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ 9ാമത് കോഴിക്കോട് മേഖലാ സമ്മേളനത്തിൽ പ്രൗഢമായ ചടങ്ങ് ചന്ദ്രനെ പൊന്നാട നേടുകയാണ് SFയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ ഹംസക. അതുപോലെ തന്നെ ഇവരുടെ സംസ്ഥാന ട്രഷറർ ശ്രീ ഹംസക. ജില്ലാ ഭാരവാഹികളെ, നമുക്ക് എന്നെ സംബന്ധിച്ച് ഈ പ്രാവശ്യം കോഴിക്കോട് ജില്ലാ സമ്മേളനം ആദ്യ ദിവസം തന്നെ ഇവിടെ ഈ 10-ാം തീയതി കൂടിയ ഈ സമ്മേളനത്തിന് വളരെയധികം സൗന്ദര്യമുണ്ട്. കാരണം ഈ 9ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് എല്ലാ ഭാവങ്ങളും ആർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ സമ്മേളനത്തിലാണ് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത്. ഇന്ന് പ്രസിഡന്റ് ശരിക്കും വളരെ മനോഹരമായി നല്ല വാക്കുകൾ ഫുട്ബോളിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചു. ഇതിന്റെ സംഘാടനത്തിനെ കുറിച്ച്, ഫുട്ബോൾ എന്ന കേരളത്തിന്റെ ഒരു വികാരം, എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മൾ രണ്ടു വാക്ക് സംസാരിക്കും. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ശ്രീ ിലുള്ള വ്യക്തിത്വങ്ങളെ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള സമ്മേളന പ്രതിനിധികളെ, സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ മേഖലാ സമ്മേളനത്തിന് ഓൾ കേരള ടൂർണമെന്റ് കമ്മിറ്റി അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ അധ്യക്ഷൻ ശ്രീ PTA ലത്തീഫ് സർ പ്രധാനപ്പെട്ട ഏറ്റവും ജനകീയമായ ഒരു ഫുട്ബോൾ മേളയായി മാറിയിരിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ ബിനയാടനും സൂപ്പർ ബാവയ്ക്കും നമ്മുടെ കണ്ണൂരിലെ മൂന്നാട്ടിനെല്ലാം ചേർന്ന് രൂപീകരിച്ച സംഘടന ഇന്ന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫിഫയുടെ ഗോളങ്ങളിൽ പോലും ദേശീയ തലത്തിലും അന്തർദേശീയത്തിലെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ മാറിയിരിക്കുന്നു എന്നത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ലത്തീഫ് കാസർഗോഡ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അധ്യക്ഷൻ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഒരു കായിക വിനോദങ്ങൾക്ക് അപ്പുറത്ത് മനുഷ്യജീവികളായ സഹജീവികളുടെ നമ്പരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കാരുണ്യ മേഖലാരംഗത്ത് ഒരുപാട് ചെയ്യാൻ കഴിയുന്ന, കാരുണ്യ പുറത്താക്കാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ് ഫുട്ബോൾ. ഇന്ന് ഈ ആധുനിക ഈ ഘട്ടം നമ്മുടെ സ്കൂളുകളിലെ ഗ്രൗണ്ടുകളിലാണ്. ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായി നമ്മുടെ മന്ത്രി റിയാസ് സാധിച്ചു കഴിഞ്ഞു. കളിക്കളങ്ങളും കളി ഗ്രൗണ്ടുകളും കളിക്കാരെ സൃഷ്ടിക്കുവാൻ കഴിയട്ടെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മേഖലാ സമ്മേളനത്തിന് എല്ലാവിധ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സാക്ഷ്യം വഹിക്കുന്നു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ SFA 9ാമത് കോഴിക്കോട് മേഖലാ സമ്മേളനം ശ്രീ PA മുഹമ്മദ് റിയാസ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അധ്യക്ഷൻ, വേദിയിലുള്ള ബഹുമാന്യരെ എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കാൻ ആഗ്രഹിക്കുന്നു. സദസ്സിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവർ, വളരെ നല്ല നിലയിൽ സെവൻസ് ഫുട്ബോളിന്റെ സംഘാടകരായി, അതുപോലെ തന്നെ അതിൻ്റെ കളിക്കാരുമൊക്കെ ആയിട്ടുള്ള വ്യക്തികളെ ഉൾപ്പെടുത്തി ഇവിടെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന അസോസിയേഷന്റെ മേഖലാ സമ്മേളനം സംഘടിപ്പിക്കപ്പെടുകയാണ്. എല്ലാ സമ്മേളന പ്രതിനിധികളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ആദ്യമായി ആഗ്രഹിക്കുകയാണ്.
സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ 9ാമത് കോഴിക്കോട് മേഖലാ സമ്മേളനം വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക. നാട്ടിലെ മുക്കിലും മൂലയിലും ഒരാഘോഷമായി സംഘടിപ്പിക്കപ്പെടുന്നതാണ് സെവൻസ് ഫുട്ബോൾ എന്നുള്ളത്. ജനകീയമായി കേരളത്തിലാകെ സെവൻസ് ഫുട്ബോൾ പൊതുവെ മാറിയിട്ടുണ്ട്. ഞാനും പണ്ട് സെവൻസ് ടൂർണമെന്റിൽ കളിച്ചതാണ്. അതിന്റെ സംഘാടകനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. സെവൻസ് ഫുട്ബോളിന് നേരത്തെ ചില വിലക്കുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കറിയില്ല, പ്രധാന താരങ്ങൾ അതിൽ വന്ന് കളിക്കാറില്ല. മലബാറിലാണ് എനിക്ക് തോന്നുന്നു വളരെ വൈകാരികമായി സെവൻസ് ഫുട്ബോളിനെ പൊതുവെ ആളുകൾ കാണുന്നത്. ഒട്ടേറെ ടൂർണമെന്റുകൾ നാടാകെ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് സെവൻസ് ഫുട്ബോളിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. ചില പ്രദേശങ്ങളിലെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കാണാൻ വിവിധ ജില്ലകളിൽ നിന്നും ആളുകൾ വരുന്ന ഒരു സ്ഥിതിയാണ്. ചില ടീമുകൾ തന്നെ സെവൻസ് ഫുട്ബോളിന് വേണ്ടി തന്നെ മാത്രമായി ഒരുങ്ങുന്ന പ്രസിദ്ധമായ ടീമുകളുമുണ്ട്. അപ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ സെവൻസ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുണ്ടാകും. അത് ചർച്ച ചെയ്തതിന്റെ പരിഹാരം എന്നുള്ള നിലയിൽ എവിടേക്കാണോ സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് പെടുത്താവുന്നതാണ് എന്നുള്ളത്. സമീഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ലോകകപ്പ് ഒരു ബിഗ് സ്ക്രീൻ വെച്ച് നടത്തണമെന്ന് ആലോചിക്കുകയും അതിന്റെ ഭാഗമായി ഒരു സംഘാടക സമിതി ഉണ്ടാക്കി നമ്മുടെ സ്റ്റേഡിയത്തിൽ, ഫറൂഖ് സ്റ്റേഡിയത്തിൽ അത് നടത്തുകയും ചെയ്തു. സമീഷ് അതിന്റെ കൺവീനർ. പിന്നെ അതിന്റെ കൂടെ മറ്റ് പരിപാടികൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതൊരു ഗ്രാൻഡ് പ്രോഗ്രാമായി മാറ്റുകയായിരുന്നു. നമ്മളൊക്കെ അർജന്റീനയുടെ ഒരു താല്പര്യമുള്ള ആൾക്കാരാണ്. അല്ലാത്തവരോട് അർജന്റീനയുടെ ആൾക്കാർ കുറവും ബ്രസീലിന്റെ ആൾക്കാർ കൂടുതലാണെന്ന് കയ്യടി കേട്ടപ്പോൾ എനിക്ക് തോന്നി. ആ ലോകകപ്പ് ഫൈനൽ കണ്ടത് അവിടെ വെച്ചില്ല. വല്ലാത്തൊരു ഫൈനലായിരുന്നു. കയ്യിൽ പോയി എന്ന് കരുതിയ കപ്പാണ് അർജന്റീന കിട്ടിയത്. പൊതുവെ ഓരോ മത്സരത്തിലും ആളുകൾ കാണിക്കുന്ന ഒരു താല്പര്യം പൊതുവെ കാണുകയാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു വികാരമാണ്. കൊണ്ട് നിയമപരമായി ഒരു സർക്കാരിന് ഇതിൽ ഇടപെടാൻ സാധ്യമാകുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളതും പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ഫുട്ബോളിന്റെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് ആരോഗ്യകരമായ മത്സരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കേരളത്തിൽ ഇനിയും സാധ്യമാകുന്ന തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മുഹമ്മദ് റിയാസ് അവർക്ക് ഉപഹാര സമർപ്പണമാണ്. ഫുട്ബോൾ ഫാൻസ് അസോസിയേഷന് വേണ്ടിയുള്ള ഉപഹാരം ബഹുമാനായ മന്ത്രി ഈ സമയം കടലൂരിയുടെ എല്ലാമായ ജാഫർക്ക് കൈമാറുകയാണ്. താങ്ക് യു. അതുപോലെ തന്നെ ബഹുമാനായ മന്ത്രിക്കുള്ള നമ്മുടെ ഉപഹാരം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ലനിൻ സാർ ഈ സമയം നല്ല കയ്യടി കൊടുക്കുന്നത് തിരക്കിലൂടെ നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി എത്തിയിട്ടുള്ള മന്ത്രി സാർ. നമ്മുടെ ബഹുമാനായ എസ്എഫ്ഐയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ ഹബീബ് മാഷ് നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എസ്എഫ്ഐയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് കൂടി ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എങ്കിൽ ആ പ്ലെയറെ പിന്നെ എങ്ങനെ കളിപ്പിക്കാനാണ് സംസാരിക്കും. നേതാക്കന്മാർ, അതിൻ്റെ പ്രവർത്തകർ പ്രീമയും പ്രശസ്തിയും വർദ്ധിപ്പിക്കാൻ ആവശ്യമാവുന്ന രൂപത്തിലേക്കുള്ള ഇടപെടലുകൾ നടത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ശുഭകരമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. സ്നേഹം ക്ഷണിക്കുകയാണ്. ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ്
ലെനിൻ സാർ, മറ്റു വേദി പോസ്റ്റിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന ഒരാളാണ് ജാഫർ. ജാഫറിന്റെ വളരെ പരിശ്രമമായ ഫലമാണ് ഫറൂഖിൽ വെച്ച് കഴിഞ്ഞ വർഷം ടൂർണമെന്റ് നടന്നതും. ഏതായാലും കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വേദിയിൽ ഒരുപാട് ആശംസാ പ്രസംഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മിനിസ്റ്ററുടെ ഉദ്ഘാടന പ്രസംഗങ്ങളും ഈ കാലഘട്ടത്തിൽ ഏറ്റവും പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. കോഴിക്കോട് മേഖലാ സമ്മേളനത്തിൽ വെച്ച് നമ്മൾ കൈമാറുന്നു ബെസ്റ്റ് ഗോൾ കീപ്പർ. ബെസ്റ്റ് ഗോൾ കീപ്പറായി തെരഞ്ഞെടുത്തിരിക്കുന്നത് KRC കോഴിക്കോടിന്റെ ഖമറുൽ ഇസ്ലാം. എല്ലാവരും കുറച്ചൊന്ന് എല്ലാവരും എടുത്തേക്ക്. അബ്ദുൽ സമീർ നമ്മുടെ കൈമാറുന്നു ശ്രീ ലത്തീഫ് കാസർഗോഡ്. ഏറ്റവും മികച്ച കളിക്കാരൻ റാഷിദ് ബദോലി വാങ്ങിയാണ്. നല്ല പേരിലാണ്. താങ്ക് യു. സയൻസ് ഫുട്ബോൾ അസോസിയേഷൻ 9ാമത് കോഴിക്കോട് മേഖലാ സമ്മേളനത്തിൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ഫോറിൻ പ്ലെയർ റോയൽ ചാലഞ്ചേഴ്സ് കോഴിക്കോട് മാനെ മുസ്തഫ നിങ്ങളുടെ ഏറ്റവും ടീം മാനേജർ ഫെഡറൽ കോഴിക്കോട് ഏറ്റവും മികച്ച ടീം മാനേജർക്കുള്ള മൊമെന്റ് ഫെഡറൽ കോഴിക്കോടിന്റെ ഹബീബ് ഖാൻ. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാള സീമകളിൽ ചെമ്പരത്തി വിതച്ചൻ ചായമണിയുമ്പോൾ അതിസുന്ദരമായ മികച്ച കനകറ്റാലുകളിലൂടെ ലാമ്പുകളുടെ നളിനമനോഹരമായ വെല്ലുവിളിച്ചത്തിൽ 10,000 സാക്ഷിയാക്കി അതിസുന്ദരമായ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന് ആദ്യത്തെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടൂർണമെന്റ്. താങ്ക് യു. ശ്രീ ജിൻഖാന അൻവർ ആ മുന്നോട്ട് കൈമാറുകയാണ്. അമ്പലവരി ശ്രീ ങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു സുവർണ്ണ നൃത്തനാടുവേണ്ടി കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും ഉയർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ അതിസുന്ദരമായ കാഴ്ചപ്പെടുത്തുന്ന വിദേശ താരങ്ങളുമായ അഖിലേന്ത്യാ സെവൻസിന്റെ ടൂർണമെന്റിന്റെ കളിക്കളങ്ങൾ അടുക്കുഭാഗമെത്തി ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടീമായി റോയൽ ട്രാവൽസ്. താങ്ക് യു സാർ. ഞാൻ ഈ അവസരത്തിൽ 2 കാര്യം സൂചിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. ഒരു കാര്യം നമ്മുടെ അതിൽ SFA അനുഭാവപൂർവമായ ഒരു തീരുമാനമെടുത്ത് ഒരു ന്യായമായ രീതിയിൽ കുറച്ചും കൂടി ബാറ്റ വർദ്ധിപ്പിച്ചു തരണമെന്നാണ് ഈ അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. എന്തായാലും ഈ 9ാമത് അങ്ങനെ ആയിരുന്നു പറഞ്ഞു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് വന്നിട്ട് വരാൻ പോകുന്ന ചർച്ചയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ഈ സമ്മേളനത്തിന് എല്ലാവിധ വിജയാശംസകളും നേർന്നു. നന്ദി, നമസ്കാരം. ഇപ്പോ കുറേ വ്യക്തികൾ നല്ല നല്ല അഭിപ്രായങ്ങളും നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവർക്കും അതിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയും നോക്കുന്നു. നമസ്കാരം. നേതാക്കന്മാരും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കന്മാരും ഇപ്പോൾ ജാഫറിനെ പ്രത്യേകം അനുമോദിക്കുന്നതിനുണ്ട്. ജാഫർ പിന്നിൽ നിന്നാണ് എല്ലാ ടൂർണമെന്റുകളും അതുപോലെ തന്നെ ഈ സമ്മേളനവും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ബഹുമാന അധ്യക്ഷൻ അതുപോലെ എല്ലാം വിജയിക്കാൻ സാധ്യതയുള്ള ടൂർണമെന്റുകളാണ്. അത് ക്ലാഷ് ഇല്ലാത്ത രൂപത്തിൽ ഡാനിഷ് രാജകുമാരിയുടെ തലക്ക് ചുറ്റും പന്തുകെട്ടിയ അക്രമോത്സവതയെ കണ്ടറിഞ്ഞ് കിങ് മൂന്നാമൻ ആ മത്സരം നിരോധിച്ചു. കാലങ്ങൾക്ക് ശേഷം വനിതാകുന്ന ഒരു ഫുട്ബോൾ ക്ലബ് രൂപീകൃതമാകുന്നു. കാലങ്ങൾക്ക് ശേഷം മത്സരാഘോഷങ്ങൾ തീർത്ത് ഫിഫ എന്ന സംഘടന രൂപീകൃതമാകുന്നു. ഇങ്ങനെ ചരിത്രങ്ങളുടെ താളുകളിൽ ഒരാൾക്കും നിഷേധിക്കപ്പെടാൻ കഴിയാത്ത തങ്കലിപികളായി ആലോചനം ചെയ്യപ്പെട്ട ചരിത്രാധ്യായങ്ങളിലൂടെ പട്ടിണികളിലും അടിച്ചമർത്തലുകളിലും കലാഹസ്തങ്ങൾ വേട്ടയാടിയ പല രാജ്യങ്ങളിൽ ഫുട്ബോൾ എന്ന കാട്ടുനിറച്ച തുകൽപ്പന്തിലൂടെ ലോകത്തിന് മുമ്പിൽ വിജയത്തിന്റെ വന്നിക്കൊടി പാടച്ചുവെങ്കിൽ കേരളക്കരയിൽ സംഘടനാ മേഖലയിലും സംഘടന ശേഷികളിലും കരുത്തുകാട്ടി കാണുന്നവർക്കും കളിക്കുന്നവർക്കും കളിപ്പിക്കുന്നവർക്കും കളി നിരൂപകർക്കും കളി ആസ്വാദകർക്കും
ആവേശത്തിന്റെ അനേക വേദികൾ സമ്മാനിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ അക്ഷരമായ ആധികാരിക സംഘടന SFA സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ 9ാമത് കോഴിക്കോട് മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഏവർക്കും നന്ദി ആശംസിക്കുന്നതിന് വേണ്ടി മേഖലാ പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ശ്രീ മുബാരക് നന്ദി ആശംസിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി PM മുഹമ്മദ് റിയാസ്, മറ്റ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത മുഴുവൻ ക്ലബ്ബ്, ടൂർണമെന്റ് കമ്മിറ്റി, ടീം, റഫറീസ് എല്ലാവർക്കും ഉപരി ഈ മീറ്റിംഗ് വളരെ മികച്ച രീതിയിൽ സംഘടിപ്പിച്ച കടലുണ്ടി ഫുട്ബോൾ ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്കും മെമ്പർമാർ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ കോഴിക്കോട് ജില്ല മേഖലാ സമ്മേളനം 8:30 മണിക്ക് സമ്മേളനം സ്റ്റാർട്ട് ചെയ്തു. ഒരു 12:30 മണിക്ക് സമ്മേളനം കഴിഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടത്. വീഡിയോക്ക് ലെങ്ത് കൂടുന്നതിന് പരമാവധി കട്ട് ചെയ്താണ് വീഡിയോകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.